അപ്പോൾ നമ്മളിന്ന് ജെംസ് ഗാലറിയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമ്മളുടെ ജെംസ് ഗാലറി പട്ടായ. അപ്പോൾ പട്ടായയോട് ഇന്നത്തോടു കൂടെ നമ്മൾ വിടപെടുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവും ബാങ്കോക്ക്. അപ്പോൾ സുന്ദരികൾ നമ്മളെങ്ങനെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ അല്ലേ? ലൈൻ ഓക്കെ. നമ്മളവിടെ ആദ്യം 8 മണിക്ക് തന്നെ നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ആദ്യം ഫസ്റ്റ് നമ്മളവിടെ എത്തിയെന്നാണ് തോന്നുന്നത്. അയ്യോ, എല്ലായിടത്തും എൻട്രി ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് റേറ്റ് എത്രയെന്ന് നമ്മൾ നോക്കിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രെയിൻ മാതിരി അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നോ ഫോട്ടോ നോ വീഡിയോ ഇൻസൈഡ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജെംസൺ എങ്ങനെ എടുക്കണത്, ഉണ്ടാക്കണത്, അതെങ്ങനെ രൂപപ്പെടണത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോ പോലെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ ആ ട്രെയിനിൽ പോകുമ്പോൾ. അപ്പോൾ നമുക്ക് അത് എടുക്കാനുള്ള ഇതില്ല. അതിനുശേഷം നമ്മളെ ഒരു അത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ രത്നങ്ങളായിട്ടുണ്ടെങ്കിലും ഓരോ സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ചീപ്പായിട്ട് ഐ തിങ്ക് ഒരു 2000 ആ ഒരു റേഞ്ചിലുള്ള, അതായത് പേളുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിനുള്ള ഒരു ഏരിയയാണ് കേട്ടോ അതുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേമാതിരി ആദ്യത്തെ സ്പോട്ടിൽ ബുദ്ധ ടെമ്പിളാണ് കേട്ടോ. അവിടെ നമ്മൾ ഒരു 12 മണിക്കൊക്കെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് നല്ല ചൂട് ഉണ്ടായിരുന്നു. ക്യാപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറയാം, അപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ക്യാപ്പ് എന്തായാലും നമ്മൾ എടുക്കണം. സൺസ്ക്രീൻ, സൺഗ്ലാസ് അതൊക്കെ എടുക്കണം. ഇവിടെയും എൻട്രി ടിക്കറ്റ് ഉണ്ടായിരുന്നു. എടുത്തിട്ട് നമ്മൾ ശരിക്കും അവിടുത്തെ ബുദ്ധനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ നേരം അവിടെ ഇരിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഇതൊന്നും നമ്മളുടെ പാക്കേജിലുണ്ടായിരുന്നില്ല. കുറച്ച് നേരമൊക്കെ അവിടെ നമുക്ക് ആസ്വദിക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. കുറച്ച് ഞാനവിടെ ഒന്ന് നേരത്തിരുന്ന് ഒരു കുറച്ച് നേരം നമ്മളൊന്ന് സൈലൻ്റായിട്ട് ഇരുന്നു കേട്ടോ. അതെങ്കിലും നമ്മളവിടെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇതല്ലേ. ഇതെല്ലാം കാണാൻ തന്നെ നമുക്ക് ഭാഗ്യം കിട്ടി. ആ ഭാഗ്യം ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുകയാണ്. നിങ്ങൾക്കും അത് ഇപ്പോൾ കാണാൻ ഭാഗ്യം കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ എല്ലാവരും? ഇവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ പുറത്ത് കാണുമ്പോൾ പല രൂപത്തിലുള്ള പല പോസിലുള്ള
ബുദ്ധാസാണ്. അപ്പോൾ ഓരോന്നിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ അവിടെയൊക്കെ അതിനെക്കുറിച്ചിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വായിച്ച് ഒരുപാട് ടൈമൊക്കെ അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇനി നമ്മൾ ഇവിടെ ഈ ബുദ്ധ ടെമ്പിളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോഴേക്ക് അതും കഴിഞ്ഞിട്ടാണ് നമ്മളുടെ തവണത്തെ ലഞ്ചുള്ളൂ കേട്ടോ. പോകുമ്പോൾ കാണുന്ന ഒരു ഇതല്ലേ, ആ ബ്രിഡ്ജൊക്കെ നോക്കിയപ്പോൾ ഒരു പ്രത്യേകതരം ഒരു പച്ച കളറിലൊക്കെ അതിന് ഇതായിട്ട് അതിങ്ങനെ കുറച്ചൊരു 200 മീറ്റർ അപ്പുറത്ത് കൂടെ അങ്ങനെ കണ്ടു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ടുള്ളത്. പിന്നെ 2 സൈഡിലും കണ്ടില്ല പൂക്കളും ഇതൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഈ മറ്റേ നമ്മളുടെ ബോഗൺവില്ലയൊക്കെ ഓരോ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ പോയി. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിറക്കാണ് കേട്ടോ നമ്മൾ. ഗോൾഡൻ ടെമ്പിൾ ഒരു വെയിൽ അതാ ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരി എന്ന് പറയുന്നത്. ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. എന്താടാ അത് വെയിലടിച്ചിട്ട്. തായ്ലൻഡിൻ്റെ ഒക്കെ എംബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ടെമ്പിളിലാണ് കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിള്. ആ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. എന്തായാലും അതൊക്കെ കാണാൻ പറ്റണത് വളരെയധികം ഡെമോ എന്താ പറയുക, ആ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ ആ പീസായിട്ടുള്ള ആ ഒരു ഇത് നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. ഭയങ്കര അതിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് നമ്മളെ നിർബന്ധിച്ചിട്ട് ഗൈഡ് തന്നെ എടുപ്പിക്കും കേട്ടോ. നമ്മളുടെ എണ്ണവും എല്ലാം കറക്റ്റായിട്ട് പുള്ളിക്കാരി ഭയങ്കര ഇതാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയത്, കയറുമ്പോൾ തന്നെ നമ്മളുടെ ഓരോ ഫോട്ടോസ് എടുത്തിട്ട് അത് നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഇവിടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ അതിൻ്റെ ബാക്കിൽ മാഗ്നറ്റൊക്കെ ഉള്ള ആ ഒരു മോഡലുണ്ടല്ലോ, അങ്ങനെയൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും വാങ്ങിച്ചു, നമ്മളുടെ പൈസ അല്ലേ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ വേഗം അതൊക്കെ വാങ്ങിച്ചു. എല്ലാവരും വാങ്ങിച്ചിട്ട് നമ്മളുടെ ഡ്രസ്സിൽ കുത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അത് എൻ്റെ ഉള്ളിലൊന്ന് നോക്കി ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററിനോട് ഇവിടെ നമുക്ക് കുറേ നേരം ഇരിക്കാൻ തോന്നണു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു മെഡിറ്റേഷൻ ഹാളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ.
നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഭക്ഷണത്തിന് കയറി. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ഇപ്പോൾ നമ്മൾക്ക് വണ്ടി നിർത്തി ഫുഡിനൊക്കെ വേണ്ടിയിട്ട് നിർത്തിയത് നമ്മുടെ വാട്ടർ ഗേറ്റ് പവലിയൻ പറഞ്ഞിട്ടുള്ള ആ ഷോപ്പിംഗ് മാളിൻ്റെ ഇതിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അതിൽ ഫുഡും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ ഷോപ്പിംഗ് ഒക്കെ നടത്താം. അതേമാതിരി അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഇന്ദിര സ്ക്വയർ ഹോൾസെയിൽ മാർക്കറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിൽ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഈ രണ്ട് ഷോപ്പിംഗ് സെൻറ്ററിൽ നമുക്ക് തോന്നിയ പ്രത്യേകത ഓൾമോസ്റ്റ് നമ്മൾക്കൊക്കെ ഇന്ത്യൻസിനൊക്കെ വാങ്ങിക്കാൻ പറ്റിയ, അതായത് ഇപ്പോൾ ഒരു 20 ബാത്ത് 30 ബാത്തിനൊക്കെ നമ്മൾക്ക് കമ്മലുകൾ, അതേമാതിരി ക്ലിപ്സ്, അങ്ങനെയുള്ളത് ഒരു നോർമൽ യൂസിനൊക്കെ പറ്റണത്. അതേമാതിരി തന്നെ ഈ ലക്ഷ്മിയുടെ കടയിൽ നിന്ന് ഞങ്ങൾ കുറേ ബാഗ്സ്, വാച്ച്, അതേപോലെ തന്നെ കൊട, അങ്ങനെയുള്ള സംഭവങ്ങൾ അക്ക പറഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കേട്ടോ. നമുക്കതെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ലക്ഷ്മിയുടെ ഒപ്പം തന്നെ വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് വായിച്ചിട്ട് അക്ക പറഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ട് നമ്മളെങ്ങനെ പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊട നല്ല ഇഷ്ടപ്പെട്ടു. അതേമാതിരി തന്നെ വാച്ച് ഇഷ്ടപ്പെട്ടു. ഒരു 60 ബാത്ത് മുതൽക്ക് വാച്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനത്തെ ഇതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ച് 400-450 ബാത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളുടെ 2500 ബാത്ത് അപ്പം തന്നെ നമ്മളുടെ വാട്ടർ ഇതിലേക്ക് കഴിഞ്ഞില്ലേ. പിന്നെ അധികം ബാത്തുകളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ GPay നമ്മൾക്ക് അലൗഡാണ്. അപ്പോൾ നമ്മൾക്ക് അവർ തന്നെ നെറ്റ് തരും. അതോട് അതിൽ നമ്മൾക്ക് GPay ചെയ്യാം. സെക്യൂരിറ്റി പ്രോബ്ലം ഒന്നും നമ്മൾ തോന്നിയില്ല കേട്ടോ. ഹോട്ടലിലൊക്കെ വന്നിട്ട് നിങ്ങളായാലും ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 2 തവണ പേയ്മെൻറ്റ് പോയെണ്ണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. മുന്നേ ഒരു തവണ ഇവിടെ അല്ല കേട്ടോ, അങ്ങനെ ഷോപ്പിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ 2 തവണ അങ്ങനെ പേയ്മെൻറ്റ് പോയ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ അപ്പം തന്നെ തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ഒരുപാട് സാധനങ്ങൾ, ചെറിയ ചോക്ലേറ്റ്സ്, അങ്ങനെ കുറേ നല്ല ഒരു പെരുമാറ്റമൊക്കെ ആയിട്ടാണ് നമുക്ക് ഇവിടെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളല്ലേ ആളുകൾ എത്ര ഷോപ്പിംഗ് ചെയ്താലും കഴിയില്ല. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യണ ബാങ്കോക്ക് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിറക്കുകയാണ് കേട്ടോ. ക്ലബ് ഹൗസുകളാണ്. ഫുഡ് കഴിക്കാൻ പോവാണ് പോട്ട. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യണം നൈറ്റ്. നമ്മൾ നൈറ്റ് വാക്കിന് ഇറക്കുകയാണ് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ നമുക്ക് ഫുഡും കഴിക്കണം. എല്ലായിടത്തും നമ്മൾക്ക് ടേബിൾ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്ര ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ 2 ടേബിൾ അല്ലെങ്കിൽ 3 ടേബിൾ. അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ടൂറിൻ്റെ ട്രെയിനി ഗൈഡാണ് അത്ര. ടൂർ ഗൈഡാണ് കേട്ടോ. ടൂർ ഗൈഡ് ആള് നല്ല സൂപ്പറാണ് അല്ലേ ബനല്ലേ നമ്മുടെ ടൂർ ഗൈഡ്. ഈ നൈറ്റിലും ഈ യാത്രയിലും ഉണ്ടായ ഒരു സംഭവബഹുലമായ ഒരു കഥ കേട്ടോ. അത് ഈ പുള്ളിക്കാരൻ കാരനാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.